നമസ്കാരം. നിങ്ങളുടെ യൂസേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ? ചിലത് നല്ല അഭിപ്രായങ്ങളാകാം, ചിലത് പരാതികളാകാം, ചിലപ്പോൾ പുതിയ ഐഡിയകൾ വരെയാകാം. ഈ ശബ്ദങ്ങൾക്കിടയിൽ നമ്മൾ ശരിക്കും എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഈ ബഹളത്തെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ഡെറ്റുണ്ടാക്കുന്ന ഏതൊരാളും സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മാസങ്ങളെടുത്തുണ്ടാക്കിയ ഒരു ഫീച്ചർ ആരും ഉപയോഗിക്കുന്നില്ലെന്നറിയുമ്പോഴുള്ളൊരവസ്ഥ ഭയങ്കര നിരാശ തോന്നും അല്ലേ? ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇതിന്റെ ഉത്തരം വെറുമൊരു സർവേ അയക്കുന്നതിലോ അല്ലെങ്കിൽ കുറച്ച് ഇന്റർവ്യൂ നടത്തുന്നതിലോ അല്ല. അതിനപ്പുറം നമുക്ക് വേണ്ടത് ഒരു ഫീഡ്ബാക്ക് എഞ്ചിനാണ്. അതായത് യൂസേഴ്സിന്റെ അഭിപ്രായങ്ങളെ സ്ഥിരമായി ശേഖരിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാക്കി മാറ്റുന്നൊരു സിസ്റ്റം, ഒരു തുടർ പ്രക്രിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എഞ്ചിൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഏതൊരു എഞ്ചിനും ഓടണമെങ്കിൽ ഫ്യൂവൽ വേണമല്ലോ അല്ലേ? നമ്മുടെ ഈ ഫീഡ്ബാക്ക് എഞ്ചിന്റെ ഫ്യൂൽ എന്ന് പറയുന്നത് എന്തിന് എന്ന ചോദ്യമാണ്. എന്തിനാണ് നമ്മൾ ഫീഡ്ബാക്ക് ശേഖരിക്കുന്നത്? ഇതിനൊരു വ്യക്തമായ ലക്ഷ്യം വേണം. ഇതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതായത് നമ്മളൊരു സർവേ തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുൻപോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ ശരിക്കും എന്താ പഠിക്കാൻ നോക്കുന്നത്? ഒരു പുതിയ ഫീച്ചറിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാനാണോ? അതോ യൂസേഴ്സ് എന്തുകൊണ്ടാണ് ആപ്പ് വിട്ടുപോകുന്നത് എന്നറിയാനാണോ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് സ്റ്റേജിലാണെന്നതിനെ ആശ്രയിച്ച് ഈ ചോദ്യങ്ങളും മാറും. ഓക്കെ, അപ്പം നമ്മുടെ ലക്ഷ്യം ക്ലിയറായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട ശരിയായ ടൂൾസ് തിരഞ്ഞെടുക്കുക. ഇത് ശരിക്കും പലതരം ഫ്യൂവലിന് പലതരം ഇഞ്ചക്ടേഴ്സ് വേണ്ടിവരുന്ന പോലത്തെ ഒരു കാര്യമാണ്. പലതരം ഫീഡ്ബാക്ക് കിട്ടാൻ നമുക്ക് പലതരം ടൂളുകൾ വേണം. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു ടൂളും ഒറ്റയ്ക്ക് നമുക്ക് മുഴുവനായ ഉത്തരം തരില്ല. സർവേകൾ പറയും എത്ര പേർക്ക് ഈ പ്രശ്നമുണ്ടെന്ന്. ഇന്റർവ്യൂസ് നമുക്ക് പറഞ്ഞു തരും എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രശ്നമെന്ന്. അനലിറ്റിക്സ് ആകട്ടെ യൂസേഴ്സ് ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരും. ഈ മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ ഫുൾ പിക്ചർ കിട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ സർവേകൾ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളെ വഴിതെറ്റിക്കരുത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ഫീച്ചർ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ ഫീച്ചറിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കുന്നതാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് യൂസേഴ്സിന്റെ റിയൽ സ്റ്റോറീസ് അറിയണം, അവരുടെ അനുഭവങ്ങൾ കേൾക്കണം എന്നാണെങ്കിൽ ഇന്റർവ്യൂസ് ആണ് ബെസ്റ്റ്. ഇവിടെയാണ് നമുക്ക് ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം പറയാവുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക. അവരെക്കൊണ്ട് സംസാരിപ്പിക്കുക. അനാലിറ്റിക്സ് ഇത് നമുക്ക് തരുന്നത് പച്ചയായ സത്യമാണ്. യൂസേഴ്സ് എന്തു പറയുന്നുവെന്നല്ല, അവർ ശരിക്കും എന്ത് ചെയ്യുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരും. ഏതൊക്കെ ബട്ടണിലാണ് അവർ ക്ലിക്ക് ചെയ്യുന്നത്, ഏതു പേജിൽ വെച്ചാണ് അവർ പോകുന്നത്. ഈ ഡേറ്റ കാണുമ്പോഴാണ് നമ്മുടെ പല ധാരണകളും പൊളിയുന്നത്. ഓക്കേ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കുറേ ഡേറ്റയുണ്ടല്ലേ? സർവേ, ഇന്റർവ്യൂ, അനലിറ്റിക്സ് എല്ലാം കൂടി ഒരു കൂമ്പാരമായിട്ടിരിക്കുക. ഇനി ഇതിനെ നമ്മളൊരു റിഫൈനറിയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. എന്തിനാണെന്നോ? ഇതിനെ ശുദ്ധീകരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസൈറ്റ്സ് ആക്കി മാറ്റാൻ. ഇങ്ങനെയാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. പുതിയ ഡാഷ്ബോർഡ് കൊള്ളാം, ലോഗിൻ ബട്ടൺ ഭയങ്കര സ്ലോ ആണല്ലോ, ആപ്പ് പിന്നെയും ക്രാഷായി. എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തില്. ഒറ്റനോട്ടത്തിൽ തലവേദന തോന്നും. പക്ഷെ ഇതിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഭാവി ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഹളത്തിനെ എങ്ങനെ ഒതുക്കാം? വളരെ സിമ്പിളായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് കാറ്റഗറൈസ് ചെയ്യുക, അതായത് ലോഗിൻ പ്രശ്നങ്ങൾ, ഡാഷ്ബോർഡ് അഭിപ്രായങ്ങൾ, അങ്ങനെ. രണ്ടാമത് പാറ്റേണുകൾ കണ്ടെത്തുക. ഒരുപാട് പേർ ഒരേ കാര്യം പറയുന്നുണ്ടോ? മൂന്നാമത് ഇതിനെ ഒരു വ്യക്തമായ ഇൻസൈറ്റാക്കി മാറ്റുക. ഉദാഹരണത്തിന്, പല യൂസേഴ്സിനും എക്സ്പോർട്ട് ബട്ടൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന്. ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചറാണിത്. നോക്കിക്കേ, യൂസേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് ഈ ചാർട്ട് ഒറ്റയടിക്ക് നമുക്ക് കാണിച്ചു തരും. ഇനി എവിടെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ഇത് നമ്മളെ സഹായിക്കും, ഒരു കോമ്പസ് പോലെ. ശരി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി ഇൻസൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊരു റിപ്പോർട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മുടെ ഫീഡ്ബാക്ക് എഞ്ചിന്റെ യഥാർത്ഥ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ഷനാണ്, മാറ്റങ്ങളാണ്. പലരും വഴിയിൽ നിർത്തുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് ഒരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതായിരിക്കും. നമ്മുടെ മുന്നിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? എല്ലാം കൂടെ ഒന്നിച്ചു ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇതിനൊരു പരിഹാരമുണ്ട്. അതിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഇത് നമ്മുടെ ടീമിന്റെ ഒരു റൂൾ ബുക്കാണ്. തോന്നിയ പോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനു പകരം ഈ റൂൾ ബുക്ക് വച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന്, നമുക്ക് കിട്ടുന്ന ഓരോ ഫീഡ്ബാക്ക് എടുത്തിട്ടും നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാം.
ഈ മാറ്റം കൊണ്ട് എത്ര യൂസേഴ്സിന് ഗുണമുണ്ട്? ഇത് നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങളുമായി ചേരുന്നുണ്ടോ? ഇത് ചെയ്യാൻ എത്ര സമയവും അധ്വാനവും വേണ്ടിവരും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താദ്യം ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി വരും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ, പക്ഷേ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിനെക്കുറിച്ചാണ്. പലരും വിട്ടുപോകുന്നൊരു കാര്യമാണിത്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് എഞ്ചിന്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞ് ഹേയ്, നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നാൽ എന്തു തോന്നും? വലിയ സന്തോഷം തോന്നും, അല്ലേ? അതാണ് ക്ലോസിംഗ് ദ ലൂപ്പ്. നമ്മൾ അവരുടെ അഭിപ്രായം കേട്ടു എന്ന് അവരെ അറിയിക്കുക. ഇത് അവരുമായൊരു ബന്ധമുണ്ടാക്കിയെടുക്കും. അടുത്ത തവണയും ഫീഡ്ബാക്ക് തരാൻ അവർക്കൊരു മടിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ സ്ഥിരമായി ശേഖരിച്ച് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ മെച്ചപ്പെടുത്താം? ഇതായിരുന്നു നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. ഇപ്പം നമുക്കതിന് ഉത്തരമുണ്ട്. സ്വന്തമായി ഒരു ഫീഡ്ബാക്ക് എഞ്ചിൻ ഉണ്ടാക്കുക. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതൊരു വൺ ടൈം പ്രോജക്റ്റ് അല്ല. ഇതൊരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഹൃദയമിടിപ്പ് പോലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള റോഡ് മാപ്പ് നിങ്ങളുടെ യൂസേഴ്സ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലുമാണ് നിങ്ങളുടെ അടുത്ത വലിയ അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾ റെഡിയാണോ?